എങ്ങനെ ഇടപെട്ടിരുന്നു എന്നുള്ളതിലേക്ക് ഈ ലോകത്തിന്റെ ചരിത്രം എടുത്തു നോക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ട കാര്യം, മുസ്ലിമീങ്ങളായ നാം മറ്റുള്ളവരും മനസ്സിലാക്കേണ്ട കാര്യം, മുസ്ലിമീങ്ങളാരോടും നീതിക്ക് എതിരായി പ്രവർത്തിക്കുന്നവരല്ല. യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ ഖവ്വാമീന ബിൽ ഖിസ്ത്, നിങ്ങൾ നീതിയായി നിലകൊള്ളണമെന്ന അല്ലാഹുവിന്റെ കൽപ്പന അറിയുന്ന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ ഹദീസ് അനുസരിച്ച് ജീവിക്കുന്ന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു ഉത്തരവിട്ടു, ഡമസ്കസിൽ വിപുലീകരിക്കപ്പെട്ട ആ മുസ്ലിം പള്ളി പൊളിച്ചതിന് ശേഷം അവർക്ക് അവിടെ ചർച്ച് പണിത് കൊടുക്കണമെന്ന് ഉത്തരവിട്ടു. അപ്രകാരം ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ ഉദ്യോഗസ്ഥന്മാർ ആ മുസ്ലിം പള്ളി പൊളിക്കുന്നതിന് വേണ്ടി പള്ളിയുടെ സമീപത്തെത്തിയപ്പോൾ ചർച്ചിന്റെ ആളുകൾ വന്നിട്ട് പറഞ്ഞു, അന്ന് നമുക്കൊരു വല്ലാത്ത മർക്കട മുഷ്ടിയായിരുന്നു, നിങ്ങൾക്ക് ഈ പള്ളി വിപുലീകരിച്ചേ മതിയാകൂ എന്ന് നമുക്ക് നല്ലതുപോലെ അറിയാമായിരുന്നു, എന്നിട്ടും നാം അതിന് തയ്യാറായില്ല, നിങ്ങൾ ഈ പള്ളി പൊളിക്കണ്ട, പകരം നമുക്കൊരു ചർച്ച വെച്ച് തന്നാൽ മതി എന്ന് സത്യത്തിൽ ഊന്നിക്കൊണ്ട് സംസാരിക്കുകയും ചെയ്തു. ഇസ്ലാമിന്റെ മുസ്ലിമീങ്ങൾ ഒരു വിഷയത്തിലും ആരോടും അനീതി കാണിച്ചവരല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നീതിയായി നിലകൊള്ളണമെന്ന് മുസ്ലിമീങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട്. അപ്രകാരം തന്നെ മുസ്ലിമീങ്ങൾ നീതിയായി നിലകൊള്ളുന്നവരാണ്. അങ്ങനെ നിലകൊള്ളുന്നവരാണ് മുസ്ലിമീങ്ങൾ. അല്ലാഹു നമ്മെ മുസ്ലിമീങ്ങളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. യഥാർത്ഥ മുസ്ലിമീങ്ങളിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. യഥാർത്ഥ മുസ്ലിമായി ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. പേരിലുള്ള മുസ്ലിമല്ല, യഥാർത്ഥ മുസ്ലിം. അല്ലാഹു പറഞ്ഞതുപോലെ ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, ഇസ്ലാമിൽ പൂർണ്ണമായും നെരുങ്ങി ഇറങ്ങിക്കൊള്ളണം, ഇഴുകിച്ചേർന്നു കൊള്ളണം. അത്തരത്തിലുള്ള ഒരു മുസ്ലിമായി ജീവിക്കാൻ സാധിക്കുന്നതായ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു പറയുന്നു, ശുഹദാ ലില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിന് വേണ്ടിയുള്ള സാക്ഷികളാകണം. എപ്രകാരം അല്ലാഹുവിന് വേണ്ടിയുള്ള സാക്ഷികളാകണം? വലൗ അലാ അൻഫുസികും, അത് നിങ്ങളുടെ സ്വന്തം കാര്യമായിരുന്നാലും, അവിൽ വാലിദൈനി, നിങ്ങളുടെ ഉമ്മാക്കും വാപ്പാക്കും ബാധിക്കുന്ന കാര്യമായിരുന്നാലും, വൽ അഖറബീന, നിങ്ങളുടെ ഏറ്റവും അടുത്ത ആളുകൾക്ക് എതിരായിട്ടായിരുന്നാലും, ഇയകുൻ വലിയൻ ഔ ഫഖീറ, പണക്കാരനായിരുന്നാലും പാവപ്പെട്ടവനായിരുന്നാലും, നീതി ആർക്കാണോ നടപ്പിലാക്കേണ്ടത് അവർക്ക് നടപ്പിലാക്കിക്കൊള്ളണം. അവിടെ എന്റെ ഉമ്മയാണ്, വാപ്പയാണ്, സഹോദരനാണ്, സഹോദരിയാണ്, എന്റെ ആളാണ് എന്നൊരു തോന്നൽ നീ വെക്കാൻ പാടില്ല എന്ന് പരിശുദ്ധമായ ഖുർആൻ കൽപ്പിച്ചിരിക്കുന്നു. എത്ര വ്യക്തമായ കൽപ്പന! ഒരു കാപട്യവും മറ്റുള്ളവർ പറയുന്നത് പോലെ ഒരു അപകീർത്തിക്കും യാതൊരു സ്ഥാനവുമില്ലാതെ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ കൽപ്പിക്കുന്നു. എന്ത് കൽപ്പിക്കുന്നു? നിന്റെ വിഷയമായിരുന്നാലും, നിന്റെ മാതാപിതാക്കളുടെ വിഷയമായിരുന്നാലും, നിന്റെ ഏറ്റവും അടുത്ത ബന്ധുക്കളുടെ വിഷയമായിരുന്നാലും, നീതി ആർക്കാണോ നടപ്പിലാക്കേണ്ടത് അവർക്ക് വേണ്ടി നീ നീതി നടപ്പിലാക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആ കൽപ്പനയാണ് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു ദമസ്കസിൽ വിപുലീകരിക്കപ്പെട്ട മുസ്ലിം പള്ളിയെ പൊളിച്ചിട്ട് ആ പള്ളിയിൽ നടത്ത് നേരത്തെ അനീതിയായി ചർച്ച് പൊളിക്കപ്പെട്ടു എന്നുള്ളതായ ബോധ്യത്തോടു കൂടി ആ ചർച്ച് നിർമ്മിച്ചു കൊടുക്കാൻ വേണ്ടി ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു കൽപ്പിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മഹത്തുക്കളായ മുൻഗാമികളുടെ ആ പ്രവർത്തനങ്ങളെ മനസ്സിലാക്കി, അല്ലാഹുവിന്റെ ഖുർആൻ മനസ്സിലാക്കി, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധ പന്താവ് മനസ്സിലാക്കി യഥാർത്ഥ മുസ്ലിമായി ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ തൊട്ടടുത്ത് പറയുന്നു, ആ ആയത്തിൽ തന്നെ പറയുന്നു, ഫലാ തത്തബിഉൽ ഹവ, നിങ്ങൾ അൻ തഅദിലു, നീതി കാണിക്കാതിരിക്കാൻ ഒരു കാരണവശാലും നിങ്ങൾ നിങ്ങളുടെ ഇച്ഛയെ പിൻപറ്റി പോകരുത്. ഫലാ തത്തബിഉൽ ഹവ, നിങ്ങൾ നിങ്ങളുടെ ഇച്ഛയെ പിൻപറ്റരുത്, നിങ്ങൾക്ക് തോന്നുന്നതിനെ നിങ്ങൾ പിൻപറ്റരുത്. അൻ തഅദിലു, നീതി കാണിക്കാതിരിക്കാൻ. നമ്മുടെ നെടുമങ്ങാട് പള്ളിയിൽ ഇലക്ഷൻ വരുന്നു. ഇനി പുതിയ ഭരണകർത്താക്കൾ ഈ പള്ളിയുടെ പരിപാലന സമിതിയിൽ പുതിയ ആളുകൾ വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല നീതിയായി ഇടപെടാൻ, ഇതുവരെയും നീതിയായി ഇടപെട്ടതുപോലെ ഇനിയും നീതിയായി ഇടപെടാൻ അല്ലാഹു ഇവിടെയുള്ളവർക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ജമാഅത്തിന്റെ കാർമ്മികത്വം എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അല്ലാഹുവിന്റെ അടുക്കൽ പിടിച്ചു നിർത്തപ്പെടുമെന്ന് ഉറപ്പുള്ള കാര്യമാണ്.